വേലപ്പറമ്പിൽ നടന്ന് നടന്ന് നീലിപ്പെണ്ണ് കുഴഞ്ഞൂലോ, വേലപ്പറമ്പിൽ നടന്ന് നടന്ന് നീലിപ്പെണ്ണ് കുഴഞ്ഞൂലോ, കാലിന്റെ വേദന തീരാനോളൊരു കാഞ്ഞിര ചോട്ടിയിലിരുന്നൂലോ എന്നുള്ള നാടൻ പാട്ടൊക്കെ പാടി. അപ്പൊ കറണ്ട് തോമസ് പറയണ്ടേ, നീ സാഹിത്യമൊക്കെ അവിടെ നിർത്ത്, നമുക്ക് വേറെ വല്ല വർത്താനൊക്കെ പറയാം എന്ന് പറയാറുണ്ട് എം ടി. ഉണ്ണിമേനോന് ഓർക്കാനുണ്ട് എം ടിയെ പറ്റി, ആഘോഷിച്ചു നടന്ന ആ യൗവന കാലത്തെ പറ്റി. പത്മരാജന്റെ പ്രശസ്ത കഥാപാത്രം മണ്ണാറത്തൊടി ജയകൃഷ്ണനായി മാറിയത് തൃശൂരിലെ ശങ്കരയ്യ റോഡിൽ താമസിക്കുന്ന ഉണ്ണിമേനോനാണ്. എം ടിയുമായി അസാധാരണ സൗഹൃദമുണ്ടായിരുന്നു ഉണ്ണിമേനോന്. മേനോന്റെ വാക്കുകളിൽ തെളിയുന്നത് തികച്ചും വേറൊരു എം ടിയാണ്. മഞ്ഞിന്റെ സമയത്ത് മഞ്ഞ് എഴുതിയ കാലത്ത് ഒരു പ്രാവശ്യം കറണ്ട് ബുക്കിൽ തോമസ്, കറണ്ടാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, കറണ്ട് ബുക്കിൽ മുണ്ടശ്ശേരി മാസ്റ്റർ മകൻ തോമസ് ഒരു പ്രാവശ്യം കണ്ടു, വാസു വരുന്നുണ്ട്, എന്നോട് വരണമെന്ന് പറയുന്നുണ്ട്, നമുക്കൊരു യാത്ര പോവാ, മഞ്ഞിൻ ആഘോഷിക്കാൻ പോവാ, മഞ്ഞ് എഴുതിയതിന്റെ ആഘോഷം നമുക്ക് നടത്തണം എന്ന് പറഞ്ഞു തോമസ്. അങ്ങനെ ശരിയെന്നും പറഞ്ഞ് ഞാൻ ചെന്ന് തോമസ്, അന്ന് പ്രീമിയർ ലോഡ്ജിലാ എം ടി താമസിക്കണേ, അന്ന് ബഷീർ എം ടി എല്ലാവരും വന്ന അന്നത്തെ താമസിക്കുക ചെമ്പോട്ടിൽ ലൈനിലെ പ്രീമിയർ ലോഡ്ജിലാണ്. അപ്പോൾ അവിടെ ചെന്ന് അവിടുന്ന് ഞങ്ങൾ പുറപ്പെട്ടു, ഞാനും എം ടിയും പിന്നെ തോമസും പിന്നെ ഒരു കെ പി ആർ കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു സ്പോർട്സ് ലേഖനം ഉണ്ടായിരുന്നു. ഇവരാരും ഇന്നും ജീവിച്ചിരിക്കുന്നില്ല, ഞാനൊഴിച്ച്. ഞങ്ങൾ അങ്ങനെ കാറിൽ യാത്ര പോയി. ചാവക്കാട് സ്കൂളിൽ കണക്ക് മാഷായെത്തിയ എം ടിയെയാണ് ഉണ്ണിമേനോൻ ആദ്യമായി കാണുന്നത്. 1954 ഞാൻ അവിടെ ചാവക്കാട് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ എം ടി അവിടെ മാഷായിട്ട് വന്നു ആ സമയത്ത്. അപ്പൊ എന്റെ ഒപ്പം തന്നെ ഇത് പഠിച്ചിരുന്ന ആളാണ് ചാത്തനാഥ് അച്യുതനുണ്ണി. ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പൊ അച്യുതനുണ്ണിയും കവിത എഴുതും, ഞാനും കവിത എഴുതും. അച്യുതനുണ്ണിക്ക് 1ാം സമ്മാനം കിട്ടും, എനിക്ക് 2ാം സമ്മാനം കിട്ടും, അങ്ങനെയായിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ അന്ന് കണക്ക് മാഷായിട്ട് എം ടി വന്നു. അതായത് 2 തരം കണക്കുണ്ടായിരുന്നു. ഈ കോളേജിലേക്ക് പോകേണ്ടവർക്കൊക്കെ കോമ്പോസിറ്റ് മാത്തമാറ്റിക്സും കോളേജിൽ പോകേണ്ടാത്തവർക്ക് ജനറൽ മാത്തമാറ്റിക്സും. അപ്പൊ എം ടി ജനറൽ മാത്തമാറ്റിക്സ് എടുത്തിരുന്നു, അത് അച്യുതനുണ്ണിക്കൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അന്ന് കഥയൊക്കെ എഴുതുന്ന ആളാണെന്നുള്ള രീതിയിൽ അറിയുന്നല്ലാണ്ട് നമ്മൾ വേറെ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അതിനെക്കുറിച്ച് പിന്നീട് വളരെ കാലത്തിന് ശേഷമാണ് എം ടി ആയിട്ട് സംസാരിച്ചപ്പോഴും ചാവക്കാട് ഹൈസ്കൂളിലുണ്ടായിരുന്ന വിവരങ്ങളും അവിടുത്തെ ഒരു പാട്ട് മാഷ് ഉണ്ടായിരുന്നു, ആ മാഷൊക്കെ ആയിട്ട് പരിചയമുള്ള വിവരമൊക്കെ എം ടി സംസാരിക്കാറുണ്ട്. ഉണ്ണിമേനോന്റെ ആദ്യ കഥ പ്രസിദ്ധീകരിക്കുന്നത് എം ടിയാണ്. അതിനെക്കുറിച്ചും പറയാനുണ്ട് മേനോന്. 1962 ഞാൻ കേരളവർമ്മ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവിടെ കോളേജിലുണ്ടായ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അതായത് പ്രസിദ്ധനായിട്ടുള്ള അന്നത്തെ NDS മാഷുണ്ട്. ഞങ്ങൾ വളരെ മാഷ് എന്നുള്ളതിൽ ഉപരി സുഹൃത്തുക്കളായിരുന്നു മാഷായിട്ട്. മാഷയുടെ ജനറൽ സ്വഭാവം തന്നെ അങ്ങനെയാണ്, NDSന്റെ സ്വഭാവം. അപ്പോൾ മാഷ് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് അതിനെക്കുറിച്ച് ഞാൻ ഒരു കഥ എഴുതി. കഥ എഴുതിയിട്ട് വീട്ടിൽ കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ ആകെ മാതൃഭൂമി അയച്ചുപോയപ്പോൾ വരുത്തണേ. അപ്പോൾ അത് മാതൃഭൂമിക്ക് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞു. മാതൃഭൂമിക്ക് അത് അയച്ചു കൊടുക്കുകയും ചെയ്തു. കയ്പ് രസങ്ങൾ എന്നാണ് ആ കഥയുടെ പേര്. അത് അയച്ചു കൊടുത്തിട്ട് ഞാനത് മറന്നു കേട്ടോ. നമ്മുടെ കോളേജിലൊക്കെ വന്നു കഴിഞ്ഞ് ഒരു പ്രാവശ്യം വീട്ടിലേക്ക് ചെന്നപ്പോൾ ഒരു കത്ത് വന്ന് കിടക്കണം എനിക്ക്. ആ കത്ത് പൊളിച്ചു നോക്കിയപ്പോൾ അതില് ഈ കഥയെക്കുറിച്ചിട്ട് വളരെ നന്നായിട്ടുണ്ട്, അതിലെ ചില വാചകങ്ങൾ കൊട്ടിയിട്ടുണ്ട്. എന്നിട്ട് ആ വാചകങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിന് ആ വാചകങ്ങൾക്ക് ഞാൻ താങ്കളെ ആശംസിക്കുന്നു, എന്ത് ചെയ്യുന്നു, കോളേജിൽ പഠിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കത്തുണ്ട്. അതിലത്തെ ആ കഥയിലത്തെ ഒരു വരിയാണ് എം ടി കോട്ടി. അത് എന്നിട്ട് താഴെ ഒപ്പിട്ടിട്ടുള്ളത് MT വാസുദേവൻ നായരെന്നാണ്. അപ്പോൾ വലിയ സന്തോഷമായി. കഥ 2-3 ആഴ്ചയുടെ ഉള്ളിൽ വരുമെന്ന് പറഞ്ഞു എം ടി. ആ വരികൾ ഇതാണ്. ആ കഥയിലത്തെ ഒരു വരിയുണ്ട് ഒരു ഭാഗത്ത്: അഗ്നിവർണ്ണന്റെ അന്തഃപുരത്തിലെ നടപ്പാതകളിൽ കുഴഞ്ഞു വീണ നർത്തകിമാരെ പോലെ രഘുവംശത്തിൽ തലചായ്ച്ച് ബീർക്കുപ്പികൾ ചെരിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു എന്നുള്ള വരികൾ എഴുതിയിട്ട് ആ വരികളാണ് എം ടി കോട്ട് ചെയ്തിട്ട് ആ വരികൾക്ക് ഞാൻ താങ്കളെ വീണ്ടും വീണ്ടും അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ അന്നത്തെ കാലത്ത് മാതൃഭൂമി ആഴ്ചപ്പതിലെ ഒരു കഥ, ആദ്യമായിട്ട് എഴുതിയ കഥ വരിക, അങ്ങനെ പത്രാധിപരുടെ, അതും എം ടി മാരിയുള്ള ഒരാള് അപ്രിഷിയേറ്റ് ചെയ്ത് പറയാന്നുള്ളതൊക്കെ വലിയ സംഭവമാണ്. ഇന്നത്തെ വലിയ വലിയ സാഹിത്യകാരന്മാര് MP നാരായണപിള്ള, സേതു, കാക്കനാടൻ, പ്രധാനപ്പെട്ട എല്ലാവരും അവരുടെ കഥകൾ, മുകുന്ദൻ, ഇവരൊക്കെ കഥകൾ മാതൃഭൂമിയിൽ വരിക അവർക്കൊരു അത്ഭുതമായിരുന്നു വരിക എന്നുള്ളത്. ആദ്യത്തെ കഥകളൊന്നും അവർ വന്നിട്ടേ ഇല്ല പലരുടെയും. കഥയെഴുത്ത് നിർത്തി ഉണ്ണിമേനോൻ ജീവിതം തുടർന്നപ്പോഴും എം ടിയുമായുള്ള സൗഹൃദം തുടർന്നു. ഇടക്കാലത്ത് ഗൾഫിൽ ജോലി ചെയ്യുമ്പോഴും അത് നിലച്ചില്ല.
കോഴിക്കോട് ചെല്ലുമ്പോൾ MTയെയും MT തൃശ്ശൂരിലെത്തുമ്പോൾ ഉണ്ണിമേനോനെയും സന്ദർശിച്ചിരുന്നത്ര വളർന്ന അടുപ്പം. ഒരു പ്രാവശ്യം ഇതേമാതിരി വന്നിട്ട് നമുക്ക് എന്താ ചെയ്യാ, നേരം പോകില്ല, നമുക്ക് ഗുരുവായൂർക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഗുരുവായൂർക്ക് പോയി. ഗുരുവായൂർ പോയി ഉണ്ണീഷനെ ഒന്ന് കാണാമെന്ന് പറഞ്ഞു, പുതൂർ ഉണ്ണീഷനെ. അങ്ങനെ ഉണ്ണീഷനെ കണ്ട് കുറെ വർത്താനൊക്കെ പറഞ്ഞ് തിരിച്ച് കാറിൽ വരുമ്പോൾ കിഴക്കേ നടയിൽ ഒരു ബിൽഡിംഗ് ആകെ ഇടിഞ്ഞു പൊളിഞ്ഞിങ്ങനെ കിടക്കുന്നുണ്ട്, ആകെ പൊഷിലായിട്ട്. അപ്പൊ MT ഇങ്ങനെ ഒന്ന് നോക്കി, ആ ബിൽഡിംഗ് നോക്കി ഇങ്ങനെ, വല്ലാത്ത കഷ്ടം തന്നെ. കാറ് നീങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, MT എന്താ ഇതിൽ ബിൽഡിങ്ങിൽ ആ ബിൽഡിങ്ങിന്റെ കഷ്ടത ഓർത്തിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു, അത് എന്റെ സ്ഥലമാണ്, എന്റെ വീടാണ്. അപ്പൊ കാറ് പിന്നാക്കെടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ വീട് അത് ഞങ്ങളത് അവിടുത്തെ ഒരു സ്കൂളിന് വാടകയ്ക്ക് എടുത്തേക്കായിരുന്നു. അപ്പോൾ അത് എന്ത് ഗവൺമെന്റ് ഓർഡർ വന്നിട്ടും അത് തിരിച്ച് തരുന്നില്ല അവര്. അപ്പൊ MT പറഞ്ഞു, ഞാനൊരു ട്രയൽ നടത്തി നോക്കട്ടെ എന്ന് പറഞ്ഞു. അതിന്റെ ഡീറ്റെയിൽസ് അയക്കാൻ പറഞ്ഞു. ഡീറ്റെയിൽസ് അയച്ചു. ഡീറ്റെയിൽസ് അയച്ച് MT ആര് വന്ന് വിദ്യാഭ്യാസ മന്ത്രി CS മുഹമ്മദാണ് തോന്നുന്നുണ്ട്. ഒരാഴ്ചയുടെ ഗവൺമെന്റ് ഓർഡർ പറഞ്ഞു, ദ സൈറ്റ് ആൻഡ് ബിൽഡിംഗ് മേ ബി ഹാൻഡഡ് ഓവർ ടു ദ ഓണർ ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞിട്ട് ഒരു എഴുത്തു. അങ്ങനെ ആ സ്ഥലം എനിക്ക് MT ആണ് അത് ശരിയാക്കി തന്നെ. ഗുരുവായൂർ കഴിക്കുന്ന റയിലാണ് ആ സ്ഥലം ഉണ്ടായിരുന്നത്.